1999 ഡിസംബർ 31 റഷ്യൻ പ്രസിഡന്റ് ബോറിസ് യെൽസിൻ അപ്രതീക്ഷിതമായി രാജിവെച്ചതിനെ തുടർന്നാണ് പുടിൻ താൽക്കാലിക ചുമതല ഏറ്റെടുത്തത്. ആക്ടിംഗ് പ്രസിഡന്റായി അധികാരമേറ്റതോടെ പുടിന് തന്റെ കഴിവ് തെളിയിക്കാൻ 3 മാസത്തെ സമയം ലഭിച്ചു. ആ സമയത്ത് രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന ചെച്നിയൻ യുദ്ധം കൈകാര്യം ചെയ്യുന്നതിലും തകർന്നുകിടന്ന റഷ്യൻ സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിലും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൃത്യസമയത്ത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുറപ്പുവരുത്തുന്നതിലും പുടിൻ കാണിച്ച ദൃഢനിശ്ചയം അദ്ദേഹത്തിന് ജനപ്രീതി നേടിക്കൊടുത്തു. 2000 മാർച്ച് 26 നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റഷ്യയുടെ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പുടിന് ശക്തരായ എതിരാളികളുണ്ടായിരുന്നു. പ്രധാനമായും 2 പേരായിരുന്നു മത്സരരംഗത്ത് മുന്നിട്ട് നിന്നത്. ലിബറൽ പാർട്ടിയായ യാബ്ലോക്കോയുടെ പ്രതിനിധി ഗ്രിഗറി യാവ്ലിൻസ്കി, ഏറ്റവും വലിയ എതിരാളിയായ ഗെന്നഡി സുഗാനോവ് എന്നിവരായിരുന്നു അവർ. റഷ്യൻ ഫെഡറേഷനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവായിരുന്നു സുഗാനോവ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ റഷ്യയിൽ പുനരുജ്ജീവിപ്പിച്ചത് സുഗാനോവാണ്. 1996 തെരഞ്ഞെടുപ്പിൽ ബോറിസ് യെൽസിനെ പോലും അദ്ദേഹം വിറപ്പിച്ചിരുന്നു. 47 വയസ്സ് പ്രായമുണ്ടായിരുന്ന പുടിൻ ഒരു മിസ്റ്ററി മാനായാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം മറ്റു രാഷ്ട്രീയക്കാരെ പോലെ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നതിനേക്കാൾ തന്റെ പ്രവൃത്തിയിലൂടെ ജനപ്രീതി നേടാനാണ് ശ്രമിച്ചത്. റഷ്യയെ വീണ്ടും ശക്തമാക്കുക എന്നതായിരുന്നു പുടിന്റെ പ്രധാന ലക്ഷ്യം. പുടിന്റെ ആശയങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു റഷ്യയെയാണ് സുഗാനോവ് വിഭാവനം ചെയ്തത്. സോവിയറ്റ് കാലത്തെ പോലെ വ്യവസായങ്ങളുടെയും മറ്റും നിയന്ത്രണം സർക്കാരിന് വേണമെന്നും സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സയും വിദ്യാഭ്യാസവും ഉറപ്പാക്കണമെന്നും അദ്ദേഹം വാദിച്ചു. യെൽസിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക തകർച്ചയ്ക്കും അഴിമതിക്കുമെതിരെ അദ്ദേഹം കടുത്ത ഭാഷയിൽ സംസാരിച്ചു. പുടിൻ യെൽസിന്റെ പിൻഗാമിയായതിനാൽ പുടിൻ വന്നാൽ പഴയ അഴിമതികൾ തുടരുമെന്നും അദ്ദേഹം പ്രചരിപ്പിച്ചു. റഷ്യൻ നിയമപ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ പകുതിയിലധികം വോട്ട് ലഭിക്കണം. എന്നാൽ വോട്ടുകൾ പല സ്ഥാനാർത്ഥികൾക്കായി വിഭജിക്കപ്പെടുമ്പോൾ സാധാരണയായി ആർക്കും 50% മുകളിൽ വോട്ട് ലഭിക്കാറില്ല. എന്നാൽ പുടിൻ 52.9 ദശലക്ഷം വോട്ടർമാരിൽ നിന്ന് 53.4% വോട്ട് നേടി ആ കടമ്പ മറികടന്നു. തുടർന്ന് 2000 മെയ് 7 അദ്ദേഹം ഔദ്യോഗികമായി റഷ്യയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. റഷ്യൻ സാമ്രാജ്യത്വത്തിന്റെ പ്രതാപം വിളിച്ചോതുന്ന ക്രെംലിനിലെ സെന്റ് ആൻഡ്രൂസ് ഹാളിലായിരുന്നു ചടങ്ങ്. ഏകദേശം 1500ഓളം അതിഥികൾ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. റഷ്യൻ ഭരണഘടനയുടെ പ്രത്യേക പതിപ്പിൽ കൈവച്ചാണ് പുടിൻ സത്യപ്രതിജ്ഞ ചെയ്തത്. റഷ്യൻ ഫെഡറേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മനുഷ്യന്റെയും പൗരന്റെയും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ബഹുമാനിക്കുമെന്നും സംരക്ഷിക്കുമെന്നും തുടങ്ങുന്ന വാചകങ്ങൾ അദ്ദേഹം ചൊല്ലി. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആദ്യത്തെ ലോക നേതാവ് വ്ളാഡിമിർ പുടിനായിരുന്നു. സെപ്റ്റംബർ 11 ഭീകരാക്രമണം നടന്ന് കഷ്ടിച്ചൊരു മാസം കഴിഞ്ഞപ്പോഴാണ് ചൈനയിലെ ഷാങ്ഹായിയിൽ ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടി നടന്നത്. ഭീകരാക്രമണത്തിന് ശേഷം വ്ളാഡിമിർ പുടിനും ജോർജ് ഡബ്ല്യു ബുഷും നേരിട്ട് കണ്ടുമുട്ടിയ ആദ്യ അവസരമായിരുന്നു ഇത്. ഭീകരവാദം ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നും അതിന് വേരോടെ പിഴുതെറിയാൻ റഷ്യയും അമേരിക്കയും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ സംയുക്ത പ്രസ്താവന ഇറക്കി. ദശകങ്ങളോളം നീണ്ടുനിന്ന ശത്രുത വെടിഞ്ഞ് റഷ്യയും അമേരിക്കയും ഒരു പുതിയ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് നീങ്ങുകയാണെന്ന സൂചന ഷാങ്ഹായ് കൂടിക്കാഴ്ച നൽകി. 2001 നവംബറിൽ ടെക്സാസിലെ ക്രോഫോർഡിലുള്ള ജോർജ് ഡബ്ല്യു ബുഷിന്റെ സ്വകാര്യ ഫാമിൽ
വ്ളാഡിമിർ പുടിൻ നടത്തിയ സന്ദർശനം ആധുനിക നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും സവിശേഷമായ അധ്യായങ്ങളിലൊന്നാണ്. ശീതയുദ്ധകാലത്തെ ബദ്ധവൈരികളായിരുന്ന അമേരിക്കയുടെയും റഷ്യയുടെയും തലവന്മാർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം വ്യക്തിപരവും സൗഹൃദപരവുമായി മാറിയെന്ന് ഈ സന്ദർശനം ലോകത്തിന് കാണിച്ചുകൊടുത്തു. ബുഷ് പുടിനെ തന്റെ സ്വകാര്യ ഫാമിലേക്ക് ക്ഷണിച്ചതിലൂടെ ഔദ്യോഗിക പ്രോട്ടോക്കോളുകൾക്കപ്പുറമുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിന് തുടക്കമിടുകയായിരുന്നു. ക്രോഫോർഡ് ഡിപ്ലോമസി എന്ന് വിളിക്കപ്പെട്ട ഈ രീതി പരസ്പര വിശ്വാസം വളർത്തുന്നതിനായി ബുഷ് ഉപയോഗിച്ച ഒരു തന്ത്രമായിരുന്നു. നവംബറിലെ ഒരു മഴയുള്ള ദിവസമാണ് പുടിനും ഭാര്യ ല്യൂഡ്മിലയും ടെക്സാസിലെത്തിയത്. ബുഷും ഭാര്യ ലോറ ബുഷും നേരിട്ടെത്തിയാണ് അവരെ സ്വീകരിച്ചത്. മഴയുണ്ടായിട്ടും പുടിൻ വളരെ സന്തോഷവാനായാണ് കാണപ്പെട്ടത്. ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്നതുപോലെ തോന്നുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം. ക്രോഫോർഡിൽ നടന്നത് ഫയലുകൾ നോക്കിയുള്ള ചർച്ചകളായിരുന്നില്ല. പകരം ബുഷിന്റെ പിക്കപ്പ് ട്രക്കിൽ പുടിൻ ഫാം ചുറ്റിക്കണ്ടു. ബുഷ് തന്നെയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. സന്ദർശനത്തിന്റെ പ്രധാന ഭാഗം ടെക്സാസിലെ തനത് ഭക്ഷണമായിരുന്നു. വൈകുന്നേരം ക്രോഫോർഡ് ഹൈസ്കൂളിലെ കുട്ടികളെ ഇരുവരും സന്ദർശിച്ചു. അവിടെ വെച്ച് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് പുടിൻ മറുപടി നൽകിയത് ശ്രദ്ധേയമായി. റഷ്യൻ പ്രസിഡന്റിന് ടെക്സാസ് ഇഷ്ടപ്പെട്ടോ എന്ന ചോദ്യത്തിന് ടെക്സാസിലെ കാലാവസ്ഥയും ജനങ്ങളുടെ സ്നേഹവും അതിമനോഹരമാണ് എന്ന് അദ്ദേഹം മറുപടി നൽകി. അമേരിക്കയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് വെറുമൊരു വൈകാരിക അടുപ്പം മാത്രമായിരുന്നില്ല, മറിച്ച് വളരെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പുടിന്റെ മനസ്സിലുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയെ ലോകരാജ്യങ്ങൾ ഒരു പരാജയപ്പെട്ട ശക്തിയായാണ് കണ്ടിരുന്നത്. അമേരിക്കയുമായി തുല്യനിലയിൽ സഹകരിക്കുന്നതിലൂടെ റഷ്യ ഇപ്പോഴും ഒരു ലോകശക്തിയാണെന്ന് തെളിയിക്കാൻ പുടിൻ ആഗ്രഹിച്ചു. 2001 അമേരിക്കൻ സന്ദർശനവും ക്രോഫോർഡ് കൂടിക്കാഴ്ചയും കഴിഞ്ഞ് തിരികെ റഷ്യയിലെത്തിയ പുടിനെ കാത്തിരുന്നത് അത്ര സുഖകരമായ സാഹചര്യമായിരുന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങളുമായി അദ്ദേഹം പുലർത്തിയ അമിതമായ അടുപ്പം റഷ്യയ്ക്കുള്ളിൽ തന്നെ പല വിഭാഗങ്ങളെയും അസംതൃപ്തരാക്കിയിരുന്നു. അമേരിക്കയുമായുള്ള സൗഹൃദം വഴി ചെച്നിയയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പുടിൻ കരുതിയെങ്കിലും അവിടെ ആഭ്യന്തര കലാപം കൂടുതൽ രൂക്ഷമായി. തീവ്രവാദ ഗ്രൂപ്പുകൾ റഷ്യൻ സൈന്യത്തിന് നേരെ കനത്ത ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഇത് പുടിന്റെ ശക്തനായ നേതാവ് എന്ന പ്രതിച്ഛായയ്ക്ക് വലിയ വെല്ലുവിളിയായി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. റഷ്യയിലെ നോർത്ത് കാക്കസസ് മേഖലയിലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യയാണ് ചെച്നിയ. റഷ്യയിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രമായി ഒരു പ്രത്യേക രാജ്യം രൂപീകരിക്കണമെന്ന ചെച്നിയൻ വിഘടനവാദികളുടെ ആവശ്യമാണ് ഈ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. അവരെ നേരിടാൻ അതിശക്തമായ നടപടികളാണ് പുടിൻ സ്വീകരിച്ചത്. ചെച്നിയൻ പോരാളികൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ അദ്ദേഹം സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകി. പക്ഷേ പുടിൻ എന്ന ഉരുക്കു മനുഷ്യനെ പോലും ഞെട്ടിച്ചുകൊണ്ട് 2002 ഒക്ടോബറിൽ ആ വാർത്തയെത്തി. മോസ്കോയിലെ ഡുബ്രോവ്ക തിയേറ്ററിൽ നോർഡ് ഓസ്റ്റ് എന്ന ഹിറ്റ് സംഗീത നാടകം നടക്കുകയാണ്. 850ഓളം കാണികൾ പാട്ടിലും നൃത്തത്തിലും മുഴുകിയിരിക്കുന്നു. പെട്ടെന്ന് സ്റ്റേജിലേക്ക് കറുത്ത വസ്ത്രം ധരിച്ച മുഖം മറച്ച ഒരു കൂട്ടം ആയുധധാരികൾ പാഞ്ഞുകയറി. കാണികൾ ആദ്യം കരുതിയത് അത് നാടകത്തിന്റെ ഭാഗമാണെന്നാണ്. എന്നാൽ അവർ മുകളിലേക്ക് വെടിയുതിർത്തതോടെ ഹാളിനുള്ളിൽ ഭയം നിറഞ്ഞു. സ്ഫോടക വസ്തുക്കൾ ദേഹത്ത് കെട്ടിവെച്ച സ്ത്രീകളടക്കമുള്ള ചാവേറുകൾ തിയേറ്റർ പിടിച്ചെടുത്തു. ഞങ്ങൾ വന്നത് മരിക്കാനാണ്, നിങ്ങൾ വന്നത് മരണം കാണാനും. അവരുടെ നേതാവായ മോവ്സർ ബെരായേവ്
വിളിച്ചു പറഞ്ഞു. വാർത്തയറിഞ്ഞ പുടിൻ തന്റെ ഓഫീസിൽ തികച്ചും ശാന്തനായിരുന്നു. KGB-യിൽ നിന്ന് പഠിച്ച അതേ തണുപ്പൻ ശൈലി. മോസ്കോയുടെ ഹൃദയഭാഗത്ത് നടന്ന ഇത്രയും വലിയൊരു ആക്രമണം തന്റെ ഭരണകൂടത്തിനേറ്റ വലിയൊരു പ്രഹരമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തീവ്രവാദികളുമായി യാതൊരു ഒത്തുതീർപ്പിനും പുടിൻ തയ്യാറായിരുന്നില്ല. ചർച്ചകൾക്കായി ആക്ടിവിസ്റ്റുകളെയും ഡോക്ടർമാരെയും വിട്ടു. അത് സമയം നീട്ടിക്കിട്ടാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹം തന്റെ വിശ്വസ്തരായ സ്പെറ്റ്സ്നാസ് സേനയുമായി ചേർന്ന് ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കി. ഒക്ടോബർ 26 പുലർച്ചെ തിയേറ്ററിലെ വെന്റിലേഷൻ പൈപ്പുകളിലൂടെ ഒരു അജ്ഞാത രാസവാതകം പമ്പ് ചെയ്യപ്പെട്ടു. മിനിറ്റുകൾക്കുള്ളിൽ തിയേറ്ററിനുള്ളിലെ കാണികളും തീവ്രവാദികളും ബോധരഹിതരായി വീണു. പിന്നാലെ സ്പെറ്റ്സ്നാസ് കമാൻഡോകൾ തിയേറ്ററിനുള്ളിലേക്ക് ഇരച്ചു കയറി. അബോധാവസ്ഥയിലായിരുന്ന തീവ്രവാദികൾ ഓരോരുത്തരെയായി അവർ വെടിവച്ചു കൊന്നു. പുറം ലോകം കണ്ടത് ഭീകരരെല്ലാം കൊല്ലപ്പെട്ട വിജയവാർത്തയാണ്. പക്ഷേ ആശുപത്രിയിൽ നിന്ന് വന്ന കണക്കുകൾ ഭീതിജനകമായിരുന്നു. സൈന്യം പ്രയോഗിച്ച വിഷവാതകം ശ്വസിച്ച് 130-ലധികം നിരപരാധികളായ ബന്ദികൾ കൊല്ലപ്പെട്ടു. ശരിയായ ചികിത്സാ സൗകര്യങ്ങൾ മുൻകൂട്ടി ഒരുക്കാത്തതും ഏത് വാതകമാണ് പ്രയോഗിച്ചതെന്ന് ഡോക്ടർമാരോട് വെളിപ്പെടുത്താത്തതും മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമായി. 130 പേരുടെ മരണം പാശ്ചാത്യ രാജ്യങ്ങളെ ഞെട്ടിച്ചെങ്കിലും റഷ്യൻ മണ്ണിൽ പുടിൻ എന്ന നേതാവിന്റെ ഗ്രാഫ് ഉയർന്നു. തിയേറ്ററിനുള്ളിലെ സാഹചര്യം ഒരു മരണക്കെണിയായിരുന്നു. 40 തീവ്രവാദികൾ, അതിൽ 18 പേർ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടിവച്ച ബ്ലാക്ക് വിഡോസ് എന്ന വനിതാ ചാവേറുകൾ. സൈന്യം വെടിയുതിർത്ത് ഉള്ളിലേക്ക് കയറിയാൽ സെക്കൻഡുകൾക്കുള്ളിൽ തീവ്രവാദികൾ സ്ഫോടനം നടത്തും. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ 800ഓളം പേരും കൊല്ലപ്പെടുമായിരുന്നു. സ്നൈപ്പർമാരെ ഉപയോഗിച്ചുകൊണ്ട് 40 പേരെയും ഒരേ സമയം വധിക്കുക എന്നതും അസാധ്യമായിരുന്നു. ഒരാൾക്ക് വെടിയേറ്റാൽ മറ്റുള്ളവർ സ്ഫോടനം നടത്തി എല്ലാവരെയും കൊലപ്പെടുത്തും. ഇത്തരമൊരു സാഹചര്യത്തിൽ തീവ്രവാദികളെ ഒരേ സമയം ബോധരഹിതരാക്കുക എന്നതായിരുന്നു പുടിന്റെ ലക്ഷ്യം. അതുമാത്രമായിരുന്നു കൂട്ടമരണം ഒഴിവാക്കാനുള്ള ഏക പോംവഴി. ദുബ്രോവ്കയിലെ വിജയം പുടിന് നൽകിയത് പരിധികളില്ലാത്ത അധികാരമാണ്. ഒരു സാധാരണ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ് എന്നതിലുപരി റഷ്യയെ ഏതാപത്തിൽ നിന്നും സംരക്ഷിക്കാൻ കെൽപ്പുള്ള ഒരു സൂപ്പർ ഹ്യൂമനായി റഷ്യൻ ജനതയ്ക്കിടയിൽ പുടിൻ മാറി. ആ വിജയത്തിന്റെ മറവിൽ പുടിൻ നടത്തിയ ചില നീക്കങ്ങൾ റഷ്യയിലെ ജനാധിപത്യത്തിന്റെ നട്ടെല്ലൊടിക്കുന്നതായിരുന്നു. പുറമേ ലോകരാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോഴും ഉള്ളിൽ തനിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഓരോരുത്തരെയും നിശബ്ദമാക്കാനുള്ള തിരക്കഥകൾ പുടിൻ തയ്യാറാക്കി. ദുബ്രോവ്ക ദുരന്തം നടന്ന് കൃത്യം 1 മാസത്തിന് ശേഷം 2002 നവംബറിൽ പുടിൻ പുതിയൊരു നിയമത്തിൽ ഒപ്പിട്ടു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായിരുന്നു ആ നിയമം. സത്യത്തിൽ സർക്കാരിന്റെ വീഴ്ചകൾ ജനങ്ങൾ അറിയാതിരിക്കാനുള്ള ഒരു മുൻകൂർ ജാമ്യമായിരുന്നു അത്. ഇതിനെ തുടർന്ന് റഷ്യയിലെ അവസാനത്തെ സ്വതന്ത്ര TV ചാനലായിരുന്ന TV6 അടച്ചുപൂട്ടാൻ പുടിൻ ഉത്തരവിട്ടു. അതോടെ റഷ്യൻ ടെലിവിഷൻ സ്ക്രീനുകളിൽ പുടിന്റെ സ്തുതിഗീതങ്ങളല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലാത്ത അവസ്ഥയായി. ഒരു വശത്ത് സ്വേച്ഛാധിപതി എന്ന് വിളിക്കപ്പെടുമ്പോഴും 2002 പുടിൻ ലോക നേതാക്കൾക്കിടയിൽ തിളങ്ങി നിന്നു. മെയ് മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷുമായി ചേർന്ന് അദ്ദേഹം മോസ്കോയിൽ വച്ച് ആണവായുധങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സോർട്ട് കരാറിൽ ഒപ്പിട്ടു. 9/11 ഭീകരാക്രമണത്തിന് ശേഷം അമേരിക്കയ്ക്ക് പുടിനെ ആവശ്യമായിരുന്നു. അതിനാൽ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ പുടിന്റെ ആഭ്യന്തര നയങ്ങളെക്കുറിച്ച് മൗനം പാലിച്ചു. റഷ്യയും നാറ്റോയും തമ്മിലുള്ള സഹകരണത്തിനായി നാറ്റോ റഷ്യ കൗൺസിൽ ഇതേ വർഷം രൂപീകരിച്ചു.
പിന്നാലെ പുടിൻ റഷ്യൻ സമ്പദ് വ്യവസ്ഥയിൽ സ്റ്റേറ്റ് ക്യാപിറ്റലിസം നടപ്പിലാക്കി. രാജ്യത്തെ തന്ത്രപ്രധാനമായ എല്ലാ വ്യവസായങ്ങളും ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക കമ്പനിയായ ഗ്യാസ്പ്രോമിന്റെ നിയന്ത്രണം സർക്കാർ ഉറപ്പാക്കി. ഇതോടെ യൂറോപ്പിലേക്കുള്ള ഗ്യാസ് പൈപ്പ് ലൈനുകൾ പുടിന്റെ രാഷ്ട്രീയ ആയുധമായി മാറി. മുൻപ് ഒളിഗാർക്കുകൾ സർക്കാരിനെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സർക്കാർ ഒളിഗാർക്കുകളെ നിയന്ത്രിക്കാൻ തുടങ്ങി. ബിസിനസ്സുകാർക്ക് പണമുണ്ടാക്കാം, പക്ഷേ അവർ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല. എല്ലാ പ്രധാനപ്പെട്ട ബിസിനസ് ഇടപാടുകൾക്കും ക്രെംലിന്റെ മൗനാനുവാദം ആവശ്യമായി വന്നു. ഇതിലൂടെ ലഭിച്ച വമ്പിച്ച ലാഭമുപയോഗിച്ച് പുടിൻ റഷ്യയുടെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിച്ചു. ജനങ്ങളുടെ ശമ്പളവും പെൻഷനും വർദ്ധിപ്പിച്ചു. റഷ്യയുടെ സമ്പത്ത് പുടിന്റെ വിരൽത്തുമ്പിലായതോടെ അദ്ദേഹം ലോകവേദിയിൽ കൂടുതൽ കരുത്തനായി. പണമില്ലാത്തതിന്റെ പേരിൽ റഷ്യയെ അവഗണിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ എണ്ണയുടെയും വാതകത്തിന്റെയും കരുത്തിൽ പുടിൻ തലയുയർത്തി നിന്നു. കൂടാതെ അദ്ദേഹം സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന പ്രോഗ്രാം പ്രഖ്യാപിച്ചു. റഷ്യയെ ഒരു ആഗോള സാമ്പത്തിക ശക്തിയാക്കാനുള്ള കൃത്യമായ റോഡ് മാപ്പായിരുന്നു അത്. ഇതിന്റെ ഫലമായി ഒരു ശരാശരി റഷ്യക്കാരന്റെ വരുമാനം ഏകദേശം 4.5 മടങ്ങ് വർദ്ധിച്ചു. റഷ്യൻ കുടുംബങ്ങളിൽ ആധുനിക ഗൃഹോപകരണങ്ങളും കാറുകളും വിദേശയാത്രകളും സാധാരണമായി. 2005ഓടെ സോവിയറ്റ് യൂണിയന്റെ കാലത്തെ മുഴുവൻ കടങ്ങളും റഷ്യ തിരിച്ചടച്ചു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു. വ്യവസായം, നിർമ്മാണം, വിദ്യാഭ്യാസം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ വളർച്ച റഷ്യയിൽ പുതിയൊരു മധ്യവർഗത്തെ സൃഷ്ടിച്ചു. പുടിൻ അവർക്ക് സുരക്ഷിതത്വവും സമ്പത്തും നൽകി. പകരം അവർ അദ്ദേഹത്തിന് അചഞ്ചലമായ പിന്തുണയും നൽകി.